ദാ വരുന്നൊരാന ദേ വരുന്നൊരീച്ച, എന്തും സംഭവിക്കാം. എന്നാൽ ഈച്ച മേലെ പോയി, ആന കീഴേ പോയി. ചിലത് അങ്ങനെയാണ്, ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കണമെന്നില്ല. വരുന്നത് പോലെ അങ്ങ് പോകും. കവിത കുഞ്ഞുണ്ണി മാഷിൻ്റെതാണ്. ഞായറപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദൈവം നമ്മോടുകൂടെയുണ്ട്. അവന് നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ ദൈവം സംരക്ഷിക്കും. പ്രതിസന്ധിയിൽ അവൻ പോംവഴി തരും. അവൻ വിടുതലിൻ്റെ ദൈവമായത് ഗോഡ് ഓഫ് ഡെലിവറൻസ്, ദ ഗോഡ് ഓഫ് സാൽവേഷൻ. പാമ്പുകളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വനങ്ങൾ മാത്രമല്ല, നമുക്ക് ചുറ്റും പാമ്പുകളുണ്ട്. നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എലികളുണ്ടാവും, അവിടെയെല്ലാം പാമ്പുകളുണ്ടാവും. ചെകുത്താനും കടലിനും ഇടയ്ക്കായി പോവുക, അത് ഏറെ കാലമായി നമ്മൾ പറഞ്ഞ് പതിഞ്ഞുപോയ ഒന്നാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? മുമ്പോട്ട് തീരെ പോകാൻ കഴിയില്ല, അപകടമാണ്. പിന്നിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്നിന് കീഴടങ്ങുക മാത്രമാണ് നമ്മുടെ ആകെയുള്ള പോംവഴി. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനതയുമായി പുറപ്പെട്ടു പോയ മോശയ്ക്കുമുണ്ടായി അങ്ങനെ ചിലതൊക്കെ. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായുടെ സന്ദേശത്തിലേക്ക്. പുറപ്പാടിന്റെ നാൽവഴികളിൽ ഇന്ന് പ്രതിസന്ധിയും പോംവഴി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പുറപ്പാടിൻ്റെ വഴികളിലെ നാഴികക്കല്ലുകൾ, പുറപ്പാടിൻ്റെ വഴികളിലെ നാഴികക്കല്ലുകൾ, ദ മൈൽ സ്റ്റോൺസ് ഓൺ ദ വേ ഓഫ് എക്സോഡസ്. ദ മൈൽസ്റ്റോൺസ് ഓൺ ദ വേ ഓഫ് എക്സോഡസ് എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ അതിൻ്റെ തലക്കെട്ട്. പുറപ്പാടിൻ്റെ വഴികളിലെ നാഴികക്കല്ലുകൾ. ഒന്ന്, പ്രതിസന്ധിയും പോംവഴിയും. ദ ക്രൈസിസ് ആൻഡ് ദ ഡെലിവറൻസ് ഇൻ ഇംഗ്ലീഷിൽ. ദ ക്രൈസിസ് ആൻഡ് ദ ഡെലിവറൻസ്. നമുക്ക് ഇസ്രായേലിൻ്റെ പുറപ്പാടിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം നമുക്ക് പ്രത്യേകമായി അതിൻ്റെ അടിസ്ഥാന വേദഭാഗമായി നമുക്ക് സ്വീകരിക്കാം. 15-ാം അധ്യായം തീർച്ചയായിട്ടും അതോടൊപ്പമുണ്ട്. ദ ക്രൈസിസ് ആൻഡ് ദ ഡെലിവറൻസ്. പ്രതിസന്ധിയും അതിൽ നിന്നുള്ള വിടുതലും അതിൻ്റെ പോംവഴിയും എന്നുള്ളതാണ്. എന്തായിരുന്നു പ്രതിസന്ധി? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മോശയാണ് അവരെ നയിച്ചത്. ദൈവ സാന്നിധ്യത്തിൻ്റെ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവർക്ക് വഴികാട്ടിയായി, ദൈവം നായകനായി, നടത്തിപ്പുകാരനായി ഉണ്ട്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. തീർച്ചയായും ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി ദൈവപുരുഷനായ മോശയും. എന്നാൽ ഓരോ ഘട്ടത്തിലും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനുള്ള പോംവഴിയും ദൈവം തന്നെ ദൈവപുരുഷനായ മോശയിലൂടെ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകുന്നതായി നാം കാണുന്നുണ്ട്. എന്താണ് ഈ പുറപ്പാടിൻ്റെ വഴികളിലെ ആദ്യത്തെ പ്രതിസന്ധി? അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ചെങ്കടലിൻ്റെ കരയിലോളം എത്തി. അവർ അവിടെ ഒരു സ്ഥലത്ത് പീഹീരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പാളയമിറങ്ങി. ചെങ്കടലിൻ്റെ ഓരത്താണ് അവർ പാളയമിറങ്ങുന്നത്. അപ്പോൾ ഫറവോ, മിസ്രൈമിൻ്റെ അധിപതി, രാജാവ്, ഇസ്രായേൽക്കാരെ ബന്ധനത്തിലാക്കി തിരികെ കൊണ്ടുപോകുന്നതിന് ഒരു വലിയ
സൈന്യത്തെ അവർക്ക് പിറകെ അയക്കുകയാണ്. ഇതിനോട് പോരാടുവാൻ അവർക്ക് കഴിയില്ല. 600 വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം 600 രഥങ്ങൾ, അതിന് ചേരുന്ന സംവിധാനങ്ങൾ എല്ലാം, അവരെല്ലാം പടയാളികളാണ്, പടക്കോപ്പുകളോടുകൂടെയാണ്. ഇസ്രായേൽ ജനം സാധാരണ ജനം. അവർക്ക് ആയുധങ്ങളില്ല, ആയുധ പരിശീലനമില്ല. ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ ദൈവം അത്ഭുതകരമായി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ചൊല്ലുണ്ടല്ലോ ഇംഗ്ലീഷിൽ, ഒരു നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ എന്ന്. ഞാൻ പറയും, ഇംഗ്ലീഷിലെ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ എന്ന പ്രയോഗം തന്നെ ഉണ്ടായിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ പശ്ചാത്തലത്തിലാണ്. ഇസ്രായേൽ ജനം പീഹഹീരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചെങ്കടലിൻ്റെ ഓരത്തായി അവർ കൂടാരമടിച്ച് അവിടെ ഇരിക്കും. അവിടെയാണ്. ആ സന്ദർഭത്തിലാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫറവോയുടെ സൈന്യം. തീർച്ചയായിട്ടും ഫറവോ ഇവിടെ പ്രതീകാത്മകമായി നിൽക്കുന്നത് പൈശാചികമായ ഒരു ശക്തിയായിട്ടാണ്, ദ ഡെവിൾ. ചെങ്കടൽ ആഴക്കടലായി നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഈ പ്രതിസന്ധിയിൽ, ഈ ക്രൈസിസിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ രക്ഷയുണ്ടാവുക? അതെങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയുക? അതിനുള്ള പോംവഴി എന്താണ്? അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അക്കാരണത്താൽ നിങ്ങൾ മൗനമായിരിപ്പീൻ. ഭയപ്പെടണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ബി ഫേം, ഫിയർ നോട്ട് ആൻഡ് ബി ഫേം. Why? Because God will fight on your behalf എന്നാണ്. Therefore, be silent and watch how God is going to interfere in your life and deliver you from the crisis. ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം എങ്ങനെ നിങ്ങളെ വിടുവിക്കുന്നതെന്ന് അത്ഭുതകരമായി നിങ്ങൾക്ക് കാണുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഈ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ഇസ്രായേൽക്കാരെല്ലാം ഭ്രമിച്ചുപോയി. മോശയാകട്ടെ ദൈവസന്നിധിയിലേക്ക് ചെന്നു. ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് എന്താണ് പോംവഴി എന്ന് ആലോചിക്കുന്നു. ദൈവത്തോട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ദൈവം പറയുക, ടേക്ക് യുവർ സ്റ്റാഫ്, നിൻ്റെ വടി നീ എടുക്ക്, നിൻ്റെ കയ്യിലെടുക്ക്. ആ വടിക്ക് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നത് ദ സ്റ്റാഫ് ഓഫ് ദ ലോഡ്, യഹോവയുടെ വടി, ദൈവത്തിൻ്റെ വടി എന്നാണ്. ഗോഡ്സ് സ്റ്റാഫ്, ദ ലോഡ്സ് സ്റ്റാഫ്. അത് നീ കയ്യിലെടുക്ക്. അവനത് കയ്യിലെടുത്തു. നീ ഒന്ന് ചെന്നിട്ട് ചെങ്കടലിന് നേരെ തിരിഞ്ഞ് വടി കയ്യിൽ പിടിച്ചുകൊണ്ട് കൈ ഉയർത്തി നീ ചെങ്കടലിനെ രണ്ടായി വിഭജിക്കുക. ക്ലീവ് ദ ഹോൾ സീ ഇൻടു ടു. മോശ ദൈവത്തിൻ്റെ വടിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് കടലിന് നേരെ തിരിഞ്ഞ് അതിനെ വിഭജിക്കുകയാണ്. മതിലുകൾ പോലെ നിന്നുവെന്നാണ്. 2 മതിലായി, മതിലുകൾ പോലെ നിന്നു. നടുക്ക് ഉണങ്ങിയ നിലം. ഇസ്രായേൽ ജനം ആ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം നമ്മോടുകൂടെയുണ്ട്. അവനിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ ദൈവം സംരക്ഷിക്കും. പ്രതിസന്ധിയിൽ അവൻ പോംവഴി തരും. അവൻ വിടുതലിൻ്റെ ദൈവമായ ദ ഗോഡ് ഓഫ് ഡെലിവറൻസ്, ദ ഗോഡ് ഓഫ് സാൽവേഷൻ,
അത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ സംഗതിയാകും എന്നുള്ളതാണ് ഈ പുറപ്പാടിൻ്റെ വഴിയിലെ ദ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയാം. ആദ്യത്തെ വലിയ നാഴികക്കല്ല്, പുറപ്പാടിൻ്റെ വഴിയിലെ ആദ്യത്തെ നാഴികക്കല്ലാണ്. എങ്ങനെയാണ് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ, ചെകുത്താനും ചെങ്കടലിനും നടുവിൽ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന ദൈവജനത്തെ എങ്ങനെയാണ് ദൈവം അത്ഭുതകരമായി തിരുസാന്നിധ്യത്താൽ വിടുവിക്കുന്നതെന്ന് നമ്മളെ വലിയ പാഠമായി പഠിക്കുകയാണ് ഈ ഞായറാഴ്ച. കുഞ്ഞുങ്ങളെ ഒന്നുകൂടെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കണം, ധ്യാനിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ദൈവം എപ്പോഴും പോം വഴി പറഞ്ഞു തരുന്നവനായി, വഴി കാട്ടുന്നവനായി എപ്പോഴും ഉണ്ടാവണം. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. പാമ്പുകളെ പേടിച്ചിരിക്കുകയാണ് പലയിടത്തും പല ആൾക്കാരും. വേനൽ ചൂടിൽ പാമ്പൊക്കെ വെളിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ കിടക്കയിൽ, വീടിനുള്ളിൽ, ഷൂസിനുള്ളിൽ, വാഹനത്തിൽ ഒക്കെ പാമ്പിനെ കണ്ടു തുടങ്ങുന്നു. എല്ലായിടവും സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായ മുന്നറിയിപ്പുകളാണ്. മനുഷ്യന് മാത്രമല്ല, പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും ഈ ചൂട് ഒരു പ്രശ്നം തന്നെയാണ്, പ്രത്യേകിച്ചും പാമ്പുകൾക്ക്. ഇങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പാമ്പുകളെ കുറിച്ച് നമുക്ക് എന്തറിയാം? എന്തെങ്കിലും അറിയണ്ടേ? അറിയാം പാമ്പുകളെ കുറിച്ച്. നമസ്കാരം, ഞാൻ റോഷ്നി GS, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, RRT പരുത്തിപ്പള്ളി. ഞാനൊരു അംഗീകൃത സ്നേക്ക് റെസ്ക്യൂവർ കൂടിയാണ്. കേരളത്തിൽ 100 മുതൽ 120ഓളം ഇനം പാമ്പുകളാണുള്ളത്. ഇവയിൽ എല്ലാ പാമ്പുകളും 90% പാമ്പുകളും അപകടകാരികളല്ലാത്തവയാണ്. എന്നാൽ മനുഷ്യൻ്റെ ജീവന് അപകടമാകുന്ന 5 പാമ്പുകൾ മാത്രമാണ് നമുക്കുള്ളത്. അതായത് ഈ 5 പാമ്പുകൾ എന്ന് പറയുമ്പോൾ ഒഫിയോഫാഗസ് ഹന്ന എന്നറിയപ്പെടുന്ന ഉരകങ്ങളുടെ രാജാവായ കിങ് കോബ്ര, രണ്ടാമത്തെ ആള് സ്പെക്ടക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന മൂർഖൻ പാമ്പ്, 3 റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി, 4 സോസ്കെയിൽഡ് വൈപ്പർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈർച്ചവാളൻ ശൽക്കാണലി എന്ന് പറയും, ചുരുട്ടമണ്ഡലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. 5ാമത്തേത് കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന ശംഖുവരയൻ, 8 വീരൻ, വെള്ളിക്കെട്ടൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പാമ്പ്. ഇവർ 5 പേരാണ് ശരിക്കും നമ്മുടെ മനുഷ്യൻ്റെ ജീവന് അപകടകാരികളായ പാമ്പുകൾ. എന്നാൽ ഇതിൽ കിങ് കോബ്ര ശരിക്കും അത്യാവശ്യം പുറത്തോട്ടൊന്നും അധികം ഇറങ്ങി വരാത്ത പാമ്പാണ്. ബൈറ്റ് കേസ് നമുക്ക് കിങ് കോബ്രയുടേത് കുറവാണ്. വനത്തിനുള്ളിലാണ് കൂടുതലായിട്ടും കിങ് കോബ്രയെ കാണപ്പെടുന്നത്. പക്ഷേ ബാക്കി 4 പാമ്പുകൾ, അതായത് നമ്മുടെ മൂർഖൻ പാമ്പ്, വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പ്, അണലി, ചുരുട്ടമണ്ഡലി എന്ന് പറയുന്ന പാമ്പുകൾ അത്യാവശ്യം നമുക്ക് ചുറ്റും കാണപ്പെടുന്നവരാണ്. അതിൽ കൂടുതലും ബൈറ്റ് കേസ് ഉണ്ടാവുന്നത് മൂർഖൻ പാമ്പിൻ്റെയും അണലിയുടെയും ശംഖുവരേൻ്റെയാണ്. ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന സോസ്കെയിൽഡ് വൈപ്പർ നമുക്ക് അധികം നമ്മുടെ ജില്ലയിലൊന്നും ഒരുപാട് മറ്റതുപോലെയുള്ള എണ്ണം കാണാറില്ലെങ്കിലും ഇവർ 3 പേരുമാണ് ശരിക്കും നമുക്ക് കൂടുതലായിട്ട് ബൈറ്റ് കേസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കൂടുതലായി എണ്ണത്തിൽ കാണപ്പെടുന്നത് ഇവർ 3 പേരുമാണ്. ഇനി ഇവയെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളെന്ന് പറയുമ്പോൾ മൂർഖൻ പാമ്പ് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന പാമ്പാണ്. പത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഹുഡുള്ള 2 പാമ്പ് മാത്രമാണുള്ളത്. ഒന്ന് രാജവെമ്പാലയും ഒന്ന് മൂർഖൻ പാമ്പുമാണ്. അതിൽ രാജവെമ്പാല അധികം പുറത്തോട്ട് കാണാത്തത് കൊണ്ടും, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് വലുതാണ്, നമുക്കറിയാം. 8 മുതൽ 20 അടിയോളം നീളമുള്ള പാമ്പാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല എന്ന് പറയുന്നത്. രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5-10 മിനിറ്റിനുള്ളിൽ മരണം വരെ സംഭവിക്കാമെന്നാണ്. നമുക്ക് ആൻറ്റിവെനം ഇന്ത്യയിൽ ലഭ്യമല്ല. തായ്ലൻഡിൽ ആൻറ്റിവെനം ലഭിക്കുന്നുണ്ട്. പക്ഷേ മൂർഖൻ പാമ്പെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മളെപ്പോഴും കാണുന്നതാണ്. മൂർഖൻ പാമ്പിൻ്റെ പത്തിയുടെ പുറകിലായിട്ട് ഒരു സ്പെക്ടക്കിൾഡ് മാർക്കുണ്ട്. അതായത് നമ്മുടെ ഒരു ഷേപ്പിലുള്ള ഒരു മാർക്കുണ്ടാവും പത്തിയെടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ആ സ്പെക്ടക്കിൾഡ് മാർക്കുള്ളത് കൊണ്ടാണ് ശരിക്കും സ്പെക്ടക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്നത്. പിന്നെയുള്ള നമുക്ക് റസൽസ് വൈപ്പറാണ്. അണലി എന്ന് പറയുമ്പോൾ അണലിയുടെ ഒരു ദബോയ്യ റസലി എന്ന് പറയും. അതായത് പതുങ്ങിക്കിടക്കുക. ദബോയ്യ മീൻസ് നമ്മൾ അമങ്ങിക്കിടക്കുന്നതാണെന്ന് പറയും.
അപ്പോൾ അണലി ഇപ്പോഴും ഒരിടത്ത് പതുങ്ങി വളരെ സൈലൻ്റായിട്ടിരിക്കുന്ന ഒരു പാമ്പാണ്. അപ്പം ശരിക്കും നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ഇരിക്കാൻ സാധ്യത ഉള്ള ഒരു പാമ്പാണ് അണലി എന്ന് പറയുന്നത്. അണലി ഒരു മണ്ണിൻ്റെ കളറാണ്. നമ്മുടെ മണ്ണിൻ്റെ കളറിൽ കറുത്ത വലിയ വട്ടം ആണ് അതിൽ അതിൻ്റെ ശരീരം മുഴുവനും കറുത്ത വലിയ വട്ടം ഉണ്ടാവും അണലിയെ തിരിച്ചറിയാനായിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കോമൺ ക്രേറ്റ് എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ ബ്ലാക്ക് കളർ എണ്ണക്കറുപ്പ് നിറത്തിൽ ഡബിൾ ലൈൻസ് ആണ്. ഈ വെള്ള കളറിലുള്ള കറുപ്പിൽ വെള്ള വരകളോട് കൂടിയ പാമ്പാണ് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത്. അതിൻ്റെ തല വളരെ ചെറുതായിരിക്കും. നമ്മുടെ അത്യാവശ്യം ഒരു ചെറിയ ചേരയുടെ അത്രയും വലിപ്പം ഉണ്ടാവും. ശരീരത്തെക്കാൾ ചെറിയ തലയായിരിക്കും. അതിൻ്റെ തല ഒരു ഓവൽ ഷേപ്പിലുള്ള തലയായിരിക്കും. കഴുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം വരെ ഒരു കട്ടിയുള്ള ചെറിയ വെള്ള വരയായിരിക്കും. അത് ഡബിൾ ലൈൻസ് ആയിട്ടായിരിക്കില്ല, ഒരു ഒറ്റ ലൈനായിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നതിന് ശേഷമാണ്, അതിൻ്റെ ശരീരത്തിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് 2 വരയായിട്ട് നമുക്ക് ഡബിൾ ലൈൻസ് ആയിട്ട് വെള്ള വരകൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഇവരുടെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, എങ്കിലും നമ്മൾ റെസ്ക്യൂസിനൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ സ്ഥിരം കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇവരെ തിരിച്ചറിയാനായിട്ട് കഴിയും. പാമ്പ് ഇപ്പം നമ്മൾ പെട്ടെന്നൊരു പാമ്പ് നമ്മുടെ വീടിനുള്ളിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പേടിച്ച് ഓടുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ഭയപ്പെട്ട് ഓടേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ച് ദൂരം അതിനെ ഏത് പാമ്പാണ് എന്ന് നമുക്ക് തിരിച്ചറിയണമെന്നില്ല. എന്നിരുന്നാലും കുറച്ച് ദൂരം മാറി നിന്ന് ഒന്ന് വീക്ഷിക്കുക. ഈ പാമ്പ് എവിടെയാണ് കയറിയിരിക്കുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് അകലം പാലിച്ച് ഒന്ന് നീങ്ങി നിന്ന് വീക്ഷിച്ചാൽ മതിയാവും. കാരണം നമ്മളെ കാണുമ്പോൾ ഒരു പ്രസൻസ് അറിയുമ്പോൾ പാമ്പും ഭയക്കുന്നുണ്ട്, പാമ്പിനെ കാണുമ്പോൾ നമ്മളും ഭയക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ്, അതും രക്ഷപ്പെടാനാണ് അപ്പോൾ ആദ്യം ശ്രമിക്കുന്നത്, അല്ലാതെ നമ്മളെ ഓടി വന്ന് അറ്റാക്ക് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളത് എവിടെയാണ് കയറിയിരിക്കുന്നത് എന്ന് ഉറപ്പായിട്ടും ഒന്ന് മാറി നിന്ന് വീക്ഷിക്കണം. ഇനി പാമ്പ് എവിടെയെങ്കിലും കയറിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇരുണ്ട സ്പേസിൽ അത് ചുരുണ്ടുകൂടിയിരിക്കും. അപ്പോൾ ഇത് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീക്ഷിക്കുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് വനം വകുപ്പിനെ വിവരം അറിയിക്കണം. നമുക്ക് വനം വകുപ്പ് കേരളത്തിൽ 3600ഓളം ലൈസൻസ്ഡ് വോളണ്ടിയേഴ്സ് നമുക്കുണ്ട്. ഏത് സമയം വിളിച്ചാലും അവർ സജ്ജരാണ്. അപ്പോൾ തന്നെ സ്ഥലത്തെത്തി നമുക്ക് പാമ്പിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റും. അതിനായി സർക്കാരും വനം വകുപ്പ് കൂടി ചേർന്നിട്ട് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു അത്യാവശ്യത്തിന് 108 ആംബുലൻസിനെ വിളിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സർപ്പ. സർപ്പയുടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് അതിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ലൈസൻസ്ഡ് വോളണ്ടിയേഴ്സിൻ്റെ നമ്പർ കൃത്യമായിട്ടുണ്ടാവും. അതിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വോളണ്ടിയർ ആരാണോ ആ ആളുടെ നമ്പർ ആയിരിക്കും ആദ്യമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ ആളിനെ ഉടൻ തന്നെ വിളിച്ച് വിവരം അറിയിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ആൾ വന്ന് പാമ്പിനെ സ്ഥലത്തു നിന്നും റെസ്ക്യൂ ചെയ്ത് മാറ്റിത്തരും. പാമ്പുകൾ കാണപ്പെടുന്നത് വനത്തിനുള്ളിൽ മാത്രമല്ല. പാമ്പുകളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വനങ്ങൾ മാത്രമല്ല, നമുക്ക് ചുറ്റും പാമ്പുകളുണ്ട്. നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എലികളുണ്ടാവും, അവിടെയെല്ലാം പാമ്പുകളുണ്ടാവും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പാമ്പുകളുടെ മാളങ്ങൾ അല്ലെങ്കിൽ പാമ്പുകൾ സ്വയം അവരുടെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയെടുക്കാറില്ല. ശരിക്കും എലികളുടെ മാളങ്ങളാണ് പാമ്പുകളുടെ മാളങ്ങൾ, അല്ലെങ്കിൽ അവിടെയാണ് അവർ താമസിക്കുന്നത്, കല്ലുകെട്ടിനുള്ളിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയിൽ എവിടെയായാലും ഉറപ്പായിട്ടും പാമ്പുകൾ ഉണ്ടായിരിക്കും. അവരുടെ സാന്നിധ്യം നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മുടെ വീട്ടിൽ എലി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പാമ്പ് അതിന് ചുറ്റും എവിടെയെങ്കിലും ഉണ്ടാവും. കാരണം അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, അതിൻ്റെ ആഹാരം എന്ന് പറയുന്നത് എലിയാണ്. അതിനെ പിടിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും ആ എലിയുടെ പുറകെ ഉറപ്പായിട്ടും പാമ്പ് വരും. ശീതരക്തമുള്ള ഉരകങ്ങളാണ് പാമ്പുകളെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് തണുപ്പ് അത്യാവശ്യമാണ്. അതികഠിനമായ ചൂട് സഹിക്കുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും മനുഷ്യർക്ക് താങ്ങുന്നതിലും വലിയ ചൂടാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിലൊക്കെ ഭയങ്കര ചൂടാണ്. മഴ ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് അതിലും വലിയ പ്രശ്നമാണ്. കാരണം ചെറിയ മഴ എന്ന് പറയുമ്പോൾ അത് വീണ്ടും ചൂടിൻ്റെ കാഠിന്യം കൂട്ടുകയാണ് ചെയ്യുന്നത്.
പിന്നെ കല്ലുകെട്ടുകൾക്കിടയിൽ, കരിങ്കൽ കെട്ടുകൾക്കിടയിലൊക്കെയാണ് പാമ്പ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ കരിങ്കൽ കെട്ടുകൾക്കിടയിൽ ചൂട് കൂടുമ്പോൾ ഈ കരിങ്കല്ല് തന്നെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചൂടൊന്നും സഹിക്കാനുള്ള അത്രയും കെൽപ്പ് ശരിക്കും പാമ്പിനില്ല. അപ്പോൾ അവർ പുറത്ത് തണുപ്പ് തേടിയാണ് ഇറങ്ങി വരുന്നത്. വീടിനുള്ളിൽ തലയിണയുടെ അടിയിലും ചെടിച്ചട്ടികൾക്കുള്ളിലും അതുപോലെ ശുചിമുറിയിലും അടുക്കളയിലുമൊക്കെ അവർക്ക് തണുപ്പ് കിട്ടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും അവർ അവരുടെ സുരക്ഷ ഉറപ്പാക്കും. ക്വസ്റ്റ്യൻ ടൈം. ക്വസ്റ്റ്യൻ ടൈമിൽ ആദ്യം കഴിഞ്ഞ ആഴ്ച ചോദ്യം, അതിന്റെ ഉത്തരം, പിന്നെ ഈ ആഴ്ചത്തെ ചോദ്യം. ഞായർപ്പള്ളിക്കൂടം ആദ്യ എപ്പിസോഡ് സംപ്രേഷണം ചെയ്ത തീയതി 2020 മെയ് 3. രാജവെമ്പാലയുടെ നീളം. പ്രിയമുള്ള കൂട്ടുകാരെ, ചോദ്യത്തിന്റെ ഉത്തരം ഈ എപ്പിസോഡിൽ തന്നെയുണ്ട്. ശ്രദ്ധയോടെ കാണുക. ഞായർപ്പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 27131000 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.